അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മായിൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇതുവരെയായി 57 ആയത്തുകളാണ് മനഃപ്പാഠമാക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ 58, 59 ആയത്തുകളാണ് മനഃപ്പാഠമാക്കാൻ പോകുന്നത്. ഈ പാഠഭാഗങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുവാനും അത് മനഃപ്പാഠമാക്കുവാനും അത് ജീവിതത്തിൽ ഉൾപ്പെടുത്തുവാനും അതേപോലെ പഠിച്ച ഭാഗങ്ങളെല്ലാം മറന്നു പോവാതെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും പടച്ച റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അതേപോലെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ എൻ്റെ UPI ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ ഈ ക്ലാസ്സുകൾ എല്ലാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ قُلْنَا ادْخُلُوا هَٰذِهِ الْقَرْيَةَ فَكُلُوا مِنْهَا حَيْثُ شِئْتُمْ رَغَدًا وَادْخُلُوا الْبَابَ سُجَّدًا وَقُولُوا حِطَّةٌ نَغْفِرْ لَكُمْ خَطَايَاكُمْ وَسَنَزِيدُ الْمُحْسِنِينَ. فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون. ഇനി നമുക്ക് ഈ ആയത്തിന്റെ തജ്വീദ് നിയമങ്ങൾ നോക്കാം. വഇദ ഖുൽന, ഇവിടെ കാഫ് തഫ്ഖീം ചെയ്യണം. ഇദ്ഖുലു, അവിടെ ദാലിന് സുക്കൂനുണ്ട്. കൽക്കല ശബ്ദം ചെറുങ്ങനെ പ്രതിധ്വനിപ്പിക്കണം. അതേപോലെ ഖ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. ഹാസിഹി, അവിടെ മദ് അസ്ലിയുണ്ട്. 2 ഹർക്കത്ത് മാത്രമേ നീട്ടാൻ പാടുള്ളൂ. ഖറിയത, കാഫും റായും തഫ്ഖീം ചെയ്യണം. പിന്നെയുള്ളത് റഗദൻ, അവിടെ റായും ഗൈനും തഫ്ഖീം ചെയ്യണം. റഗദൻ വദ്ഖുലു, അവിടെ ഇദ്ഗാം ബിഗുന്നയാണ്. സുക്കൂനിലെ നൂനിന് ശേഷമോ തൻവീന് ശേഷമോ വ എന്ന അക്ഷരം വന്നതുകൊണ്ട്, അതേപോലെ വ, യ, നൂൻ, മീം, ഈ 4 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ അവിടെ മണിച്ചുകൊണ്ട് ചേർത്തി ഓതണം. വദ്ഖുലു, അവിടെ ദാലിന് സുക്കൂനുണ്ട്. കൽക്കലയുടെ ആവശ്യമുണ്ട്. അതേപോലെ ഖ തഫ്ഹീം ചെയ്യണം. സുജ്ജദൻ വ, അവിടെയും ഇദ്ഗാം ബിഗുന്നയാണ്. വഖൂലു, അവിടെ കാഫ് തഫ്ഖീം ചെയ്യണം. ഹിത്തത്തുൻ, അവിടെ ത ഷദ്ദുണ്ട്. അതേപോലെ അവിടെ തഫ്ഖീം ചെയ്യണം, കനപ്പിച്ചോദനം. നഅഫിർ ലക്കും, ഹിത്തത്തുൻ നഅഫിർ ലക്കും, അവിടെയും ഇദ്ഗാം ബിഗുന്നയാണ്. അവിടെ ഗൈനും തഫ്ഖീം ചെയ്യണം. ഖതായാക്കും, അവിടെ ഖായും ത്വായും തഫ്ഖീം ചെയ്യണം. അവിടെയും മദ് അസ്ലിയുണ്ട്. ഖതായാക്കും 2 ഹർക്കത്ത് മാത്രമേ നീട്ടാൻ പാടുള്ളൂ. പിന്നെയുള്ളത് മദ് ആരിലു സുക്കൂൻ. നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. നിങ്ങൾ ഈ പട്ടണത്തിൽ പ്രവേശിക്കുവിൻ, അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തു നിന്ന് യഥേഷ്ടം ഭക്ഷിച്ചു കൊള്ളുവിൻ. തല കുനിച്ചുകൊണ്ട് വാതിൽ കടക്കുകയും പശ്ചാത്താപ വചനം പറയുകയും ചെയ്യുവിൻ. നിങ്ങളുടെ പാപങ്ങൾ നാം പുറത്തു തരികയും സൽപ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ് എന്ന് നാം പറഞ്ഞ സന്ദർഭവും ഓർക്കുക. ഇതാണ് ഈ ആയത്തിൻ്റെ നേരായ അർത്ഥം. നമുക്കിതിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം നോക്കാം. വൈസ കുൽന, നാം പറഞ്ഞ സന്ദർഭം. ഇദ്ഖുലു, നിങ്ങൾ പ്രവേശിക്കുവിൻ. ഹാസിഹിൽ ഖറിയത, ഈ രാജ്യത്തിൽ. ഫഖൂലു, എന്നിട്ട് നിങ്ങൾ തിന്നുകൊള്ളുവിൻ. മിൻഹ, അതിൽ നിന്ന്. ഹൈസു ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിച്ചിടത്തു നിന്ന്. റഗദൻ, സുഭിക്ഷമായി. വദ്ഖുലു, നിങ്ങൾ പ്രവേശിക്കുകയും ചെയ്യുവിൻ. അൽ ബാബ, വാതിൽ, പടിവാതിൽ, കവാടം. സുജ്ജദൻ, സുജൂദ് ചെയ്യുന്നവരായി, അതായത് തല കുനിച്ചവരായിക്കൊണ്ട്. വഖൂലു, നിങ്ങൾ പറയുകയും ചെയ്യുവിൻ. ഹിത്തത്തുൻ, പാപമോചനം, താഴ്ത്തൽ, പൊറുക്കൽ.
നഅഫിർ നാം പൊറുക്കും ലക്കും നിങ്ങൾക്ക് ഖതായാക്കും നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ വസനസീദു നാം വർദ്ധിപ്പിക്കുകയും ചെയ്യും അൽ മുഹ്സിനീൻ സുഹൃതം അഥവാ നന്മ ചെയ്യുന്നവർക്ക്. ഇതാണ് ഈ ആയത്തിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം. ഇനി നമുക്കിത് മനഃപ്പാഠമാക്കാൻ നോക്കാം. وَإِذْ قُلْنَا ادْخُلُوا هَٰذِهِ الْقَرْيَةَ وَإِذْ قُلْنَا ادْخُلُوا هَٰذِهِ الْقَرْيَةَ وَإِذْ قُلْنَا ادْخُلُوا هَٰذِهِ الْقَرْيَةَ. ഇനി ഇതൊന്ന് കാണാതെ നോക്കൂ. فَكُلُوا مِنْهَا حَيْثُ شِئْتُمْ رَغَدًا فَكُلُوا مِنْهَا حَيْثُ شِئْتُمْ رَغَدًا فَكُلُوا مِنْهَا حَيْثُ شِئْتُمْ رَغَدًا. ഇനി ഇതൊന്ന് കാണാതെ നോക്കൂ. ഇത് മനസ്സിൽ പതിയുന്നതുവരെ ഓതിക്കൊണ്ടിരിക്കുക. മനസ്സിൽ പതിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ഭാഗങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ. നമുക്ക് ഈ വരി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഓതി നോക്കാം. وَإِذْ قُلْنَا ادْخُلُوا هَٰذِهِ الْقَرْيَةَ فَكُلُوا مِنْهَا حَيْثُ شِئْتُمْ رَغَدًا وَإِذْ قُلْنَا ادْخُلُوا هَٰذِهِ الْقَرْيَةَ فَكُلُوا مِنْهَا حَيْثُ شِئْتُمْ رَغَدًا وَإِذْ قُلْنَا ادْخُلُوا هَٰذِهِ الْقَرْيَةَ فَكُلُوا مِنْهَا حَيْثُ شِئْتُمْ رَغَدًا. ഇത് മനസ്സിൽ പതിയുന്നതുവരെ ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കുക. ഇതൊന്ന് കാണാതെ ഓതി നോക്കൂ. മനസ്സിൽ പതിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. വദ്ഖുലുൽ ബാബ സുജ്ജദൻ വഖൂലു വദ്ഖുലുൽ ബാബ സുജ്ജദൻ വഖൂലു വദ്ഖുലുൽ ബാബ സുജ്ജദൻ വഖൂലു. ഇനി ഇതൊന്ന് കാണാതെ നോക്കൂ. മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും ഖതായാക്കും ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും ഖതായാക്കും ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും ഖതായാക്കും. ഇനി ഇതൊന്ന് കാണാതെ നോക്കൂ. മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വരി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നോക്കാം. വദ്ഖുലുൽ ബാബ സുജ്ജദൻ വഖൂലു ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും ഖതായാക്കും വദ്ഖുലുൽ ബാബ സുജ്ജദൻ വഖൂലു ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും ഖതായാക്കും വദ്ഖുലുൽ ബാബ സുജ്ജദൻ വഖൂലു ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും ഖതായാക്കും. ഇനി ഇതൊന്ന് കാണാതെ നോക്കൂ. മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. വസനസീദുൽ മുഹ്സിനീൻ ഫബദ്ദല വസനസീദുൽ മുഹ്സിനീൻ ഫബദ്ദല വസനസീദുൽ മുഹ്സിനീൻ ഫബദ്ദല. ഇനി ഒന്ന് കാണാതെ നോക്കൂ. മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആയത്ത് മൊത്തമായി ഓതി നോക്കാം. وَإِذْ قُلْنَا ادْخُلُوا هَٰذِهِ الْقَرْيَةَ فَكُلُوا مِنْهَا حَيْثُ شِئْتُمْ رَغَدًا وَادْخُلُوا الْبَابَ سُجَّدًا وَقُولُوا حِطَّةٌ نَغْفِرْ لَكُمْ خَطَايَاكُمْ وَسَنَزِيدُ الْمُحْسِنِينَ فَبَدَّلَ وَإِذْ قُلْنَا ادْخُلُوا هَٰذِهِ الْقَرْيَةَ فَكُلُوا مِنْهَا حَيْثُ شِئْتُمْ رَغَدًا وَادْخُلُوا الْبَابَ سُجَّدًا وَقُولُوا حِطَّةٌ نَغْفِرْ لَكُمْ خَطَايَاكُمْ وَسَنَزِيدُ الْمُحْسِنِينَ فَبَدَّلَ
وإذ قلنا ادخلوا هذه القرية فكلوا منها حيث شئتم رغدا وادخلوا الباب سجدا وقولوا حطة نغفر لكم خطاياكم وسنزيد المحسنين. ഇനി ഈ ആയത്ത് ഒന്ന് കാണാത്തത് നോക്കൂ. ഈ ആയത്ത് മനസ്സിൽ പതിയുന്നതുവരെ ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കുക. മനസ്സിൽ പതിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ആയത്തിലേക്ക് പോകാൻ പാടുള്ളൂ. അതുകൊണ്ട് ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് അടുത്ത ആയത്തിൻ്റെ തജ്വീദ് നിയമങ്ങൾ നോക്കാം. ഫബദ്ദലല്ലസീന ലലമു, ഇവിടെ ല തഫ്ഖീം ചെയ്യണം. ഖൗലൻ, അവിടെ ഖാഫും തഫ്ഖീം ചെയ്യണം. ഇവിടെ ഖൗലൻ ഖൈറ, ഈ ഭാഗം ഇൽഹാറാണ്. അതായത് സുക്കൂനിലെ തൻവീന് ശേഷമോ ഖൽക്കിൻ്റെ അക്ഷരമായ ദ്വൈനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ വ്യക്തമാക്കണം. ഖൗലൻ ഗൈറ. ഇവിടെ അതേപോലെ വൈന് തഫ്ഹീം ചെയ്യേണ്ട അക്ഷരമാണ്, റായും തഫ്ഹീം ചെയ്യേണ്ട അക്ഷരമാണ്. ഖൈല, അവിടെ കാഫും തഫ്ഹീം ചെയ്യണം. പിന്നെ ഫഅൻസൽന, അവിടെ ഇഖ്ഫാ ചെയ്യണം. സുക്കൂനിലെ നൂനിന് ശേഷം സായാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നൂനിനെ മറച്ചു വെച്ച് മണിച്ചുകൊണ്ട് ചേർത്ത് ഓതണം. പിന്നെ ലലമു, അവിടെ ല തഫ്ഹീം ചെയ്യണം. റിജിസൻ, അവിടെ ജീമിന് സുക്കൂനുണ്ട്, അവിടെ കൽക്കല ആവശ്യമുണ്ട്. അതുകൊണ്ട് അവിടെ ശബ്ദം ചെറുങ്ങനെ പ്രതിധ്വനിപ്പിക്കണം. റിജിസമ്മിന, അവിടെ ഇദ്ഗാം ബിഗുന്നയാണ്. സുക്കൂനിലെ തൻവീന് ശേഷം മീമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് മണിച്ചുകൊണ്ട് ചേർത്തി ഓതണം. മീമിന് ശബ്ദമുണ്ട്. അപ്പം 2 ഹർക്കത്ത് നിർബന്ധമായും മണിച്ചിരിക്കണം. റിജിസമ്മി. പിന്നെ സമായി, അവിടെ മദ് മുത്തസിലാണ്. 4-5 ഹർക്കത്ത് നിർബന്ധമായും നീട്ടണം. എഫ് സുക്കൂൻ, അവിടെ കാഫ് തഫ്ഹീം ചെയ്യണം. പിന്നെ മദ് ഗാരിദ് സുക്കൂൻ. ഇനി നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. എന്നാൽ അക്രമികളായ ആളുകൾ അവരോട് നിർദ്ദേശിക്കപ്പെട്ട വാക്കിനു പകരം മറ്റൊരു വാക്കാണ് ഉപയോഗിച്ചത്. അതിനാൽ ആ അക്രമികളുടെ മേൽ നാം ആകാശത്തുനിന്ന് ശിക്ഷ ഇറക്കി. കാരണം അവർ ധിക്കാരം കാണിച്ചു കൊണ്ടിരുന്നത് തന്നെ. ഇതാണ് ഈ ആയത്തിൻ്റെ നേരായ അർത്ഥം. ഇനി നമുക്കിത് വേർഡ് അർത്ഥം നോക്കാം. ഫബദ്ദല, എന്നാൽ, എന്നിട്ട്, അല്ലെങ്കിൽ പകരമാക്കി, അല്ലെങ്കിൽ മാറ്റിവെച്ചു. അല്ലസീന ലലമു, അക്രമം ചെയ്തവർ. കൗലൻ, ഒരു വാക്ക്. ഖൈറല്ലദി, യാതൊന്നല്ലാത്ത. കീലലഹും, അവരോട് അത് പറയപ്പെട്ടു. ഫഅൻസൽന, അതിനാൽ, അപ്പോൾ നാം ഇറക്കി. അലല്ലസീന, യാതൊരുവരുടെ മേൽ. ലലമു, അവർ അക്രമം ചെയ്തു. റിജിസൻ, കഠിന ശിക്ഷ, മ്ലേച്ഛം. അതേപോലെ തജ്വീദിൻ്റെ നിയമം പറഞ്ഞപ്പോൾ ഇവിടെ റാക്ക് കസറാണുള്ളത്. അതുകൊണ്ട് റാ തർക്കീക്ക് ചെയ്യണം, നേർപ്പിക്കണം. റിജിസൻ എന്നല്ല, റിജിസൻ. മിനസ്സമായി, ആകാശത്ത് നിന്ന്. ബിമാ കാനു, അവർ ആയിരുന്നത് കൊണ്ട്. യഫ്സുഖൂൻ, അവർ തോന്നിയാവാസം അഥവാ ധിക്കാരം, തെമ്മാടിത്തം പ്രവർത്തിക്കും. ഇതാണ് ഈ ആയത്തിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം. നമുക്കിത് ബൈഹാർട്ടാക്കാൻ നോക്കാം. ഫബദ്ദലല്ലസീന ലലമു ഖൗലൻ. നമുക്ക് ഇതൊന്ന് കാണാതെ നോക്കാം. മനസ്സിൽ പോയിട്ടുണ്ടെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് പോവാം. ഗൈറല്ലസീ ഖീല ലഹും ഫഅൻസൽനാ ഒന്ന് കാണാതെ നോക്കൂ.
മനസ്സിൽ പതിയുന്നതുവരെ ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കുക. മനസ്സിൽ പതിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. അലല്ലസീന ലലമൂ റിജ്സം മിന അലല്ലസീന ലലമൂ റിജ്സം മിന അലല്ലസീന ലലമൂ റിജ്സം മിന. ഇതൊന്ന് കാണാതെ നോക്കൂ. അത് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂട്ടി യോജിപ്പിച്ച് ഓതി നോക്കാം. ഗൈറല്ലദീ ഖീല ലഹും ഫഅൻസൽനാ അലല്ലദീന ലലമൂ റിജ്സം മിന ഗൈറല്ലദീ ഖീല ലഹും ഫഅൻസൽനാ അലല്ലദീന ലലമൂ റിജ്സം മിന غير الذي قيل لهم فأنزلنا على الذين ظلموا رجزا من. ഇതൊന്ന് കാണാതെ നോക്കൂ. മനസ്സിൽ പതിയുന്നത് വരെ ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കണം. മനസ്സിൽ പതിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോയാൽ മതി. സമാഇ ബിമാ കാനൂ യഫ്സഖൂൻ വഇദ് ഇസ്തസ്ഖാ സമാഇ ബിമാ കാനൂ യഫ്സഖൂൻ വഇദ് ഇസ്തസ്ഖാ സമാഇ ബിമാ കാനൂ യഫ്സഖൂൻ വഇദ് ഇസ്തസ്ഖാ. ഇതൊന്ന് കാണാതെ നോക്കൂ. മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആയത്ത് മൊത്തമായി ഓതി നോക്കാം. മനസ്സിൽ പതിയുന്നതുവരെ നിങ്ങൾ ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കണം. فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون وإذ استسقى فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون وإذ استسقى فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون وإذ استسقى. ഇതൊന്ന് കാണാതെ നോക്കൂ. ഈ ആയത്ത് മനസ്സിൽ പതിയുന്നത് വരെ ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് മനഃപ്പാഠമാക്കിയാൽ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം. മനഃപ്പാഠമാക്കുക എന്നതിനേക്കാൾ പ്രധാനമാണ് അത് മറന്നു പോകാതെ സൂക്ഷിക്കുക എന്നത്. അതിനായി 4 കാര്യങ്ങൾ പറയാം. ഒന്നാമത്തേത് മനസ്സിൽ പതിപ്പിക്കുക. നമ്മളിപ്പോൾ ചെയ്ത പോലെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആയത്ത് ഖുർആൻ നോക്കി പലതവണ ഓതുക. ആ ആയത്ത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഒരു ചിത്രം പോലെ മനസ്സിൽ പതിയുന്നതുവരെ ശ്രദ്ധയോടെ നോക്കി ഓതുക. മനസ്സ് പാകപ്പെട്ടാൽ മാത്രമേ പഠനം എളുപ്പമാവുള്ളൂ. രണ്ടാമത്തേത് ആവർത്തിച്ച് ഉറപ്പിക്കുക. ഒരു ആയത്ത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ അടുത്തതിലേക്ക് പോകരുത്. ആ ആയത്ത് ചുരുങ്ങിയത് 20 തവണയെങ്കിലും കാണാതെ ആവർത്തിച്ച് ഓതുക. അതായത് നമ്മളിപ്പോൾ മുറിച്ച് പഠിച്ച ഭാഗങ്ങളുണ്ടല്ലോ, ആ ഭാഗങ്ങൾ കണക്ട് ചെയ്ത് ഒരായത്ത് മുഴുവൻ ബൈഹാർട്ടാക്കുക. അതിനുശേഷം 20 തവണ ആവർത്തിച്ച് ഓതണം. ഇത് ആ ആയത്തിനെ നിങ്ങളുടെ ദീർഘകാല ഓർമ്മയിലേക്ക് മാറ്റാൻ സഹായിക്കും. മൂന്നാമത്തേത് സ്വയം തിരുത്തുക. കുറച്ച് സമയം കഴിഞ്ഞ് നിങ്ങൾ പഠിച്ച ഭാഗം കാണാതെ ഓതി നോക്കുക. എവിടെയെങ്കിലും തടസ്സമോ തെറ്റോ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശബ്ദം ഒരു ഫോണിൽ റെക്കോർഡ് ചെയ്യുക. ശേഷം
ഖുർആൻ നോക്കി ആ റെക്കോർഡിംഗ് കേട്ട് നോക്കിയാൽ എവിടെയാണ് തെറ്റിയത് എന്ന് നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാനും അത് തിരുത്താനും സാധിക്കും. നാലാമത്തേത്, ജീവിതത്തിന്റെ ഭാഗമാക്കുക. പഠിച്ചുറപ്പിച്ച ഭാഗങ്ങൾ നിങ്ങളുടെ 5 നേരത്തെ നിസ്കാരങ്ങളിൽ ഓതാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദീർഘനേരം നിസ്കരിക്കാൻ പറ്റും. കൂടാതെ വെറുതെ ഇരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഈ ആയത്തുകൾ മനസ്സിലോ പുറത്തോ ഓതി നോക്കുക. എത്രത്തോളം നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ മറന്നുപോകാതിരിക്കും. പിന്നെ ബൈഹാർട്ട് ആയതിനു ശേഷം നല്ല ഒരു ഖുർആൻ പാരായണത്തിന്റെ MP3 കേൾക്കുക. അത് മനസ്സിൽ പതിപ്പിച്ചതിന് ശേഷം മാത്രം കേൾക്കണം. ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ട കാര്യങ്ങളാണിത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സോടുകൂടി 3/4 ഹിസ്ബ് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ ചോദ്യോത്തരങ്ങൾ ഞാൻ ഷോർട്സായി ഇടുന്നതാണ്. നിങ്ങൾ പഠിച്ച ഭാഗങ്ങൾ നിങ്ങൾ ഓർമ്മയുണ്ടോ മറന്നുപോയോ എന്നൊക്കെ ആ ഷോർട്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ആ ഷോർട്സ് നിങ്ങൾ കാണുക. ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.